ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ അധ്യായം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ സ്പഷ്ടമായിട്ടും കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകി. ഇന്ന് നോയമ്പ് നോക്കുന്ന, അതുപോലെ തന്നെ കർത്താവിൻ്റെ പീഡാനുഭവത്തെയൊക്കെ ഓർക്കുന്ന ഈ നാളുകളിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഓരോ വ്യക്തികളെയും വീണ്ടും ദൈവം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നാശത്തിലേക്ക് പോവുകയില്ല, നിത്യജീവന് അവകാശമാകുവാൻ തക്കവണ്ണമാണ് ദൈവം തൻ്റെ മഹാപദ്ധതിയായ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായതും അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നവനായ ആ യേശുക്രിസ്തുവിനെ കാത്തിരുന്ന് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചും ജാഗരിച്ചും ദൈവകൃപയിൽ സഞ്ചരിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ മനോഹര ദിവസം കർത്താവ് അതിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.